ഹായ് ഹലോ നമസ്കാരം. വിയന്ന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതിയുടെ പച്ചപ്പും പുഴയുടെ ശാന്തതയും ആസ്വദിച്ച് കാടിനുള്ളിലൂടെ ഒരു കുട്ടവഞ്ചി സവാരി ചെയ്താൽ എങ്ങനെയുണ്ടാവും? അതെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മനോഹരമായ എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കോന്നി അടവി എക്കോ ടൂറിസത്തിലാണ്. പ്രകൃതി മനോഹരമായ തീരത്താണ് ഈ കോന്നി അടവി എക്കോ ടൂറിസം ഉള്ളത്. കാടിൻ്റെ പച്ചപ്പും കല്ലാറുള്ള കുട്ടവഞ്ചിയും ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് തീർച്ചയായും റിലാക്സ് ചെയ്യാനുള്ള വക തരും. വാ നമുക്ക് കാണാം. കോന്നിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ അടവി എക്കോ ടൂറിസം കേന്ദ്രത്തിലെത്തും. കാടിൻ്റെ തണുപ്പും പച്ചപ്പും അനുഭവിച്ചുള്ള യാത്ര തന്നെ മനസ്സിന് വലിയൊരു റിഫ്രഷ്മെൻ്റ് ആണ് തരുന്നത്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ നമുക്ക് വിവിധ ഇനം അപൂർവ ഇനം സസ്യങ്ങളും മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കും. ഇവിടെയാണ് അടവിയുടെ പ്രധാന ആകർഷണം, കുട്ടവഞ്ചി സവാരി. ഇറങ്ങുന്നതിന് മുൻപ് തീർച്ചയായും ലൈഫ് ജാക്കറ്റ് നിങ്ങൾ ധരിച്ചിരിക്കണം. അടിപൊളി അനുഭവമാണ് ഗൈസ്. കല്ലാറിലെ തെളിഞ്ഞ വെള്ളത്തിലൂടെ മരത്തണലുകളിലൂടെ ഇങ്ങനെ പതുക്കെ ഒഴുകി നീങ്ങുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വിവരിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ നമ്മുടെ കുട്ടവഞ്ചി കറക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അഡ്വഞ്ചർ ഫീൽ കൂടെ കിട്ടും. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. കുട്ടവഞ്ചി സവാരിക്ക് ശേഷം നല്ല നാടൻ ചായയും കടിയും. അടവിയിൽ ചെറിയ നാടൻ ഭക്ഷണശാലകളും ലഭ്യമാണ്. കുട്ടവഞ്ചി സവാരിയെക്കുറിച്ചുള്ള പ്രധാന വിവരം എന്താണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരിക്കും പ്രവേശനം. അപ്പോൾ കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത് ലോങ് റൈഡും ഉണ്ട്, ഷോർട്ട് റൈഡും ഉണ്ട്. ലോങ് റൈഡ് 1 അവറും ഷോർട്ട് റൈഡ് അരമണിക്കൂറും ആയിരിക്കും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ചാർജ് വരുന്നത്. അതായത് ഒരു 600, 800, 1000 രൂപയൊക്കെ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പരമാവധി 4 പേർക്കായിരിക്കും ഒരു വഞ്ചിയിൽ കയറാൻ പറ്റുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമായും നിങ്ങൾ ധരിക്കേണ്ടതാണ്. ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ടും ബുക്ക് ചെയ്തും നിങ്ങൾക്ക് ഈ കോന്നി അടവി എക്കോ ടൂറിസത്തിൽ വരാവുന്നതാണ്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ആവശ്യമുള്ളവർ നോക്കി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കോന്നി അടവി എക്കോ ടൂറിസം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മഴക്കാലത്തിന് തൊട്ട് ശേഷമുള്ള മാസങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.